രണ്ട് തല്ലും തല്ലി നിങ്ങൾ പോടാറുന്ന് അങ്ങോട്ടെന്ന് പറയാൻ ആളുണ്ടായിരുന്നു. പക്ഷേ താമരശ്ശേരിയിൽ നടന്ന തല്ല് നമ്മൾ എല്ലാവരും കണ്ടതാ. ഒറ്റക്കുട്ടി അതിനകത്തില്ല. മാത്രമല്ല, കൂടി നിന്നവരൊക്കെ മൊബൈൽ ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതി പറയുന്നുണ്ട്, തല്ലി തീർക്കട്ടെ അവരെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ കുട്ടികളുടെ അടുത്താണ് പ്രശ്നമുള്ളത്? കുട്ടികളുടെ അടുത്ത് മാത്രമാണ് പ്രശ്നം? അല്ല, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ പൊതുവായ ചില സാമൂഹ്യമായ ഇടപെടുന്ന രീതിക്കകത്തൊക്കെ ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇപ്പം എന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലഹരി ഒരു സബ്ജക്റ്റായി മാറുന്നത് അല്ലേ. ലഹരിയെ കുറിച്ച് സംസാരിക്കുമ്പം കുറച്ചധികം സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. മിനിമം എന്താണ് ലഹരി എന്ന് പറയേണ്ടി വരും, എന്താണ് അതിന്റെ ചരിത്രം എന്ന് പറയേണ്ടി വരും, എന്താണ് അതിന്റെ വർത്തമാനകാല സാഹചര്യം എന്ന് പറയേണ്ടി വരും, എങ്ങനെയൊക്കെയാണ് അതിനകത്ത് നമ്മുടെ കുട്ടികൾ അകപ്പെട്ടു പോകുന്നത്, എന്താണ് കാരണങ്ങൾ, എങ്ങനെ അവരെ തിരിച്ചറിയാൻ കഴിയും, എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങി, ഇതൊക്കെ പറയേണ്ടതുണ്ട്. പക്ഷെ ഇതിനൊന്നും സമയമില്ല. എന്താണ് ലഹരി എന്നൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അതൊക്കെ അറിയാവുന്ന ആളുകളാണ് എന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ. ലഹരി മനുഷ്യന് ആവശ്യമാണോ അല്ലയോ? ഒറ്റ ചോദ്യം. ആവശ്യമാണോ അല്ലയോ? എന്തോ ഒരു കുരുക്കൊപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഉത്തരം പറയാത്തല്ലേ. എന്തോ ഒരു കുഴപ്പ ചോദ്യത്തിനകത്തുണ്ടല്ലോ. ലഹരി മനുഷ്യന് ആവശ്യമാണ്, ഒരു തർക്കവും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി നമുക്ക് ആവശ്യമാണ്. അത്തരത്തിൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന ലഹരി എന്ന് അവസാനിക്കുന്നുവോ അന്ന് നമ്മളെ ജീവിതം അവസാനിക്കും. ജീവിതം മരണമയമാകുകയും മരണം മധുരമയമാകുകയും ചെയ്യും. തർക്കമില്ല അല്ലേ. മണ്ണിന് വേണ്ടിയുള്ള ലഹരിയുണ്ട്, പെണ്ണിന് വേണ്ടിയുള്ള ലഹരിയുണ്ട്, പൊന്നിന് വേണ്ടിയുള്ള ലഹരിയുണ്ട്. കഥ ലഹരിയെ സ്വീകരിക്കുന്നവരുണ്ട്, കവിത ലഹരിയെ സ്വീകരിക്കുന്നവരുണ്ട്, ഫുട്ബോൾ ലഹരിയെ സ്വീകരിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് ലഹരിയെ സ്വീകരിക്കുന്നവരുണ്ട്, വിപ്ലവം ലഹരിയെ സ്വീകരിക്കുന്നവരുണ്ട്, അധികാരം ലഹരിയെ സ്വീകരിക്കുന്നവരുണ്ട്, വിശ്വാസം ലഹരിയെ സ്വീകരിക്കുന്നവരുണ്ട് അല്ലേ. കുടുംബം ലഹരിയെ സ്വീകരിക്കുന്നവരുണ്ട്, വായന ലഹരിയെ സ്വീകരിക്കുന്നവരുണ്ട്. ഇതൊക്കെ വേണ്ടേ? ഇതിൽ കഥയും കവിതയും പ്രണയവും ലഹരിയൊന്നുമില്ല, ഇതൊന്നുമില്ല, പിന്നെ എന്ത് ജീവിതം? തീർന്നില്ലേ? തീർന്നു. എനിക്ക് തോന്നുന്നു കൊളറക്കാലത്തെ പ്രണയം എന്ന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു അല്ലെ. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, അതിനകത്താണ് പറയുന്നത് തോന്നും, ജീവിതത്തെ അറ്റമില്ലാതാക്കുന്നത് പ്രണയമാണ് എന്ന് പറയുന്നുണ്ട്. മരണമല്ല, പ്രണയമാണ് ജീവിതത്തെ അറ്റമില്ലാതാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സോ പ്രണയമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ലോകം? അപ്പൊ അതൊക്കെ ലഹരിയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളോട് ഇത്തരത്തിലുള്ള ലഹരികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതിലേക്ക് അവരെ നയിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. പകരം നമ്മളെക്കാളും ഒക്കെ എത്രയോ എനർജി, എക്സസ് എനർജി ഉള്ള ഒരു തലമുറ അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാതെ അവരിങ്ങനെ നിൽക്കുകയാണ്. ആ എനർജി അല്ലേ, ലോ ഓഫ് എനർജി നമ്മൾ പഠിച്ചതല്ലേ അല്ലേ. എന്താ ടീച്ചറെ ലോ ഓഫ് എനർജി? നെച്ചങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരണില്ല, എന്റെ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു അല്ലേ. എനർജി കൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. അപ്പൊ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോ എനർജി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഇല്ലാണ്ടാക്കാനൊന്നും പറ്റില്ല, അതിനെ വേറെ തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് പറ്റുക. അപ്പൊ എക്സസ് എനർജിയെ വേറെ തരത്തിലേക്ക് പ്രയോജനപരമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പുതിയ തലമുറയിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം അതാണ്. സോ ലഹരിയുടെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ലഹരി എന്നുള്ള ഞാൻ വിട്ടുപോട്ടോ, ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനുണ്ടായ കാലം മുതൽ ലഹരിയുണ്ട്, തർക്കമില്ല, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഹൈന്ദവ പുരാണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിനകത്തൊക്കെ ഇഷ്ടം പോലെ പറയുന്നുണ്ട് അല്ലേ. പുട്ടിന് തേങ്ങ ഇടുന്ന മാതിരി സോമപാനം അല്ലേ, സുരപാനം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. നമ്മൾ വിചാരിക്കുന്നത് വലിയ സംഭവം, അത് കള്ളിന്റെ മറ്റൊരു പേരാ, കള്ളുടി എന്നതിന്റെ നൃത്തം അല്ലേ. അപ്പൊ ഇതൊക്കെ മനുഷ്യൻ ഉണ്ടായ കാലം മുതലുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ കായികമായി അധ്വാനിച്ചിരുന്നതാണ്. കായികമായി അധ്വാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ശരീരത്തിന് വേദനയൊക്കെ ഉണ്ടാവും. ആ വേദനയിൽ നിന്ന് ചില ആശ്വാസം കണ്ടെത്താൻ അവൻ പ്രകൃതിയിൽ നിന്ന് ചില സാധനങ്ങളെ കണ്ടെടുത്തു. അതൊക്കെയാണ് ആദ്യകാലത്തെ ലഹരികൾ. അല്ലെങ്കിൽ ഈ പറയുന്ന ഗോത്ര സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായി ആണ്ടിലൊരിക്കൽ നടക്കുന്ന ഉത്സവങ്ങളെ, ആഘോഷങ്ങളെ ഘോഷിപ്പിക്കാൻ, ഒന്നുകൂടി അർമാദിക്കാൻ അവൻ ചില പാനീയങ്ങളൊക്കെ കണ്ടെടുത്തു. അതൊക്കെയാണ് ആദ്യകാലത്തെ ലഹരികൾ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോ പക്ഷേ അന്നത്തെ ലഹരി അനുഭവങ്ങൾ, ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ആ കാലത്തെ ഒരു ലഹരി അനുഭവങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അന്നത്തെ ലഹരി അനുഭവങ്ങളിൽ നിന്ന് ഇന്നത്തെ ലഹരി അനുഭവങ്ങൾ വലിയ മാറ്റം ഉണ്ടാകുന്നു. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു ആദ്യകാല ലഹരി അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരു ചന്ദ്രേട്ടനെയാണ് പരിചയപ്പെടുത്തരാൻ പറ്റുക. എല്ലാ നാട്ടിലും വന്ന് ലേബിൾഡ് കള്ളുടിയന്മാരുണ്ടോ? ഐ ആം റൈറ്റ് ഇല്ലേ? എല്ലാ നാട്ടിലും ലേബിൾഡ് കള്ളുടിയന്മാരുണ്ട്. ഇന്നതുണ്ടോ? ഇല്ല. ഇന്നെന്താ ഇല്ലാത്ത? കള്ളുടി ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, എല്ലാരും കള്ളുടിക്കുന്നുണ്ട്, ലേബൽ അടിച്ചാൽ തെയ്യാത്തോണ്ടാ. അതാ പ്രശ്നം. മാറുകയാണ് അല്ലേ. ലേബൽ അടിച്ചാൽ തെയ്യൂല. അന്ന് ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവുക, അവരാണ് അന്നത്തെ ആ നാട്ടിൽ ലേബിൾഡ് കള്ളുടിയന്മാർ. അപ്പൊ എന്റെ നാട്ടിലൊരു ചന്ദ്രേട്ടനാണ്.
അപ്പൊ ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ തയ്യാറാകുന്നെങ്കിൽ അമ്മയൊക്കെ ചന്ദ്രേട്ടൻ ഇപ്പൊ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുരുളെങ്കിലും വരുത്തുന്ന ഓടും, മുമ്പിൽ ഒരു സംഭവം. പക്ഷെ ചന്ദ്രേട്ടനെ നമ്മൾ കുറച്ചുകൂടി വലുതായപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കിയപ്പോൾ ചന്ദ്രേട്ടൻ ഒരു പാവാണ്. ചന്ദ്രേട്ടൻ നാടൻ പണിക്ക് പോകുന്ന മനുഷ്യനാണ്. രാവിലെ തൊട്ട് രാത്രി വൈകുന്നേരം വരെ അധ്വാനിച്ച് കൂലി കിട്ടിയ പെട്രോൾ ബസാറിലെ കള്ള് ഷാപ്പിൽ ഹാജരാവും. 2-3 കുപ്പി പള്ളയെ കൊള്ളുന്നത്ര കുപ്പി കള്ള് കൂപ്പർ കുടിക്കും. എന്നിട്ട് തിരിച്ചൊരു വരവുണ്ട്. 6-നും 6:30 ഇടയ്ക്കുള്ള സമയത്ത് കൃത്യസമയം നമ്മളെ വീട് ആ മുറ്റത്തിരുന്ന് കളിക്കുമ്പം ഇടവഴിയിലൂടെ ചന്ദ്രേട്ടന്റെ ഒരു വരവുണ്ട്. മനോഹരമായ വരവാ. എന്താ വരവ്? ചാരല്ല മതിലേ തിക്കല്ല മതിലേ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ആട്ടൊക്കെ ആടി പാട്ടൊക്കെ പാടിയിട്ട് മൂപ്പർ വരും. അപ്പോ മൂപ്പരുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മൂപ്പർ ആരെങ്കിലും ആക്രമിച്ചതായിട്ടോ കത്തിയെടുത്ത് കുത്തിയതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊലവിളി നടത്തിയായിട്ടോ ഒന്നുമില്ല. ചന്ദ്രേട്ടൻ 2 കുപ്പി കള്ളു കുടിച്ചിട്ടുണ്ടെന്നുള്ളതിൽ അപ്പുറത്ത് വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ആണ്ടിലൊരിക്കൽ രാധേർത്തിന്റെ നടുപ്പുറത്ത് 2 കുത്തു കുത്തിയിട്ടുണ്ട്, തിരിച്ച് രാധേർത്തിയും കുത്തിയിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചന്ദ്രേട്ടൻ ഒരു കുഴപ്പക്കാരനൊന്നും ആയിരുന്നില്ല. മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്, നല്ല നിലയ്ക്ക് മാറിയിട്ടുണ്ട്, ഇതൊക്കെയാണ്. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? ആണോ? ഇതങ്ങനെയാണോ? ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഒമർ ഖയ്യാമിനെ കുറിച്ച് കേട്ടില്ലെങ്കിൽ? ഒമർ ഖയ്യാം അല്ലേ? കേട്ടില്ലേ? ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും, എന്നാലേ ഒരു സുഖമുള്ളത്. ഞാൻ ആകാശവാണിമാരി ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടൊരു കാര്യം എന്തെങ്കിലും ഒന്ന് വണ്ടി അല്ലേ? അപ്പോ ഒമർ ഖയ്യാം അല്ലേ, ലോക പ്രശസ്തനായ പേർഷ്യൻ കവിയാണ്, നമുക്കറിയാം. ഒമർ ഖയ്യാമിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? എന്താണ് പറുദീസ എന്നാണ്, പാരഡൈസ്, സ്വർഗം എന്താണെന്നാണ് ചോദ്യം. അതിന് ഒമർ ഖയ്യാം മനോഹരമായ ഒരു കവിതയിലൂടെ ഉത്തരം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കവിത എന്താണെന്ന് അറിയോ? ഇത്രേ ഉള്ളൂ. ഒരു കോപ്പ മദ്യവും ഒരു കവിതാ ഗ്രന്ഥവും ഒരു മരശാഖയുടെ ശീതളഛായയും നർത്തനമാടുവാൻ ഒരു മോഹിനിയും ഉണ്ടെങ്കിൽ അതുതന്നെയാണ് സ്വർഗമെന്നാണ്. എന്താ പറഞ്ഞത്? കുടിക്കാൻ ലേശം കള്ളും വായിക്കാൻ കുറച്ച് കവിതാ പുസ്തകവും ഇതേപോലെ നല്ല മരത്തിന്റെ തണലും ഇങ്ങനെ ആലിന്റെ കെട്ടിയ സ്ഥലവും അവിടെ നൃത്തം ചെയ്യാൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയും ഉണ്ടെങ്കിൽ അതുതന്നെയാണ് പറുദീസ എന്നാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. വർത്തമാനകാലത്ത് പ്രസന്റ് സിനാരിയോയിൽ ഇവിടെ ഒമർ ഖയ്യാം ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതുക. ആ ഒമർ ഖയ്യാമിനോട് നിങ്ങൾ എന്താണ് പറുദീസ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാൻ കഴിയുമോ? ഇങ്ങനെ പാടാൻ കഴിയുമോ? കഴിയുമോ ഇല്ലയോ? എന്തുകൊണ്ടില്ല? ശരി, ഞാനൊരു പോലീസുകാരനാണ് നേരത്തെ പറഞ്ഞു. പോലീസുകാരെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും അല്ലേ? പോലീസുകാരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവും, തോക്കുണ്ടാവും അല്ലേ? ഒക്കെ ഉണ്ടാവുന്ന വിചാരം. കള്ളനെ കണ്ട വേഗം അക്രമിയെ കണ്ടാൽ വെക്കട വെടി നിറ വെക്കാം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ നടക്കുമോ? അങ്ങനെ നടക്കുകയില്ല അല്ലേ? അപ്പോ കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് സമീപകാലത്ത് ഏതെങ്കിലും ഒരു വർഗീയ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ വെടിവെച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, തർക്കമില്ല. ഏതെങ്കിലും ഒരു അക്രമ സമരത്തെ നേരിടാൻ വേണ്ടി വെടിവെച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, വെടിവെക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു വെടി വെച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയും? അടുത്ത കാലത്താണ്. എവിടെ വെച്ച്? എന്റെ മക്കളെ എറിഞ്ഞിപ്പലത്താ വെച്ചത്. എന്തിനാ വെച്ചത്? ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണി കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തി വലുതാക്കിയ സ്വന്തം മകനിൽ നിന്ന് അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കാവ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജിജീഷിന്റെ മുട്ടിന് താഴെ വെടിവെക്കേണ്ടി വന്നത്. സ്വന്തം മക്കളിൽ നിന്ന് അച്ഛനെയും അമ്മയെ സംരക്ഷിക്കാൻ പോലീസുകാർക്ക് വെടിവെക്കേണ്ടി വരുന്ന ഒരു കെട്ടകാലത്ത് ഒമർ ഖയ്യാം അല്ല, ഇനി ഒമർ ഖയ്യാമിന്റെ വല്യച്ഛൻ തന്നെ വന്നാൽ ഉമ്മാരി പാട്ട് പാടാൻ പറ്റൂല. അതാണ് എന്റെ ന്യായം അല്ലേ? അപ്പൊ നമ്മുടെ ലഹരി അനുഭവങ്ങളിൽ കാതലായ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ത് മാറ്റമാ വന്നത്? മാറ്റം വന്നത് മനുഷ്യൻ വളരെ എന്താ പറയാ, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മനുഷ്യൻ ഗ്രീഡിയാണ്, അത്യാഗ്രഹിയാണ്. മനുഷ്യൻ അതുവരെ പ്രകൃതിജന്യമായിരുന്ന വസ്തുക്കളിൽ നിന്നാണ് ലഹരി കണ്ടെത്തിയതെങ്കിൽ അവൻ അത് പോരാതായി, ആ ലഹരി കൊണ്ട് തൃപ്തിയല്ലാതായി. മാത്രമല്ല, ലഹരി ആ സമയമാകുമ്പോഴേക്കും ലഹരി ഒരു ഇൻഡസ്ട്രിയായി, വ്യാവസായിക അടിസ്ഥാനത്തിലായി. വ്യവസായത്തിന്റെ മറുപുറം എന്ന് പറയുന്നത് ലാഭമാണ്. ലാഭം പോരാതെയായി അവൻ കൂടുതൽ ലഹരിയും കൂടുതൽ ലാഭവും ആഗ്രഹിച്ചു. അപ്പോ കൂടുതൽ ലഹരിയും കൂടുതൽ ലാഭവും കിട്ടുന്ന പ്രദാനം ചെയ്യുന്ന വസ്തുക്കളെ അവൻ കൃത്രിമമായിട്ട് നിർമ്മിക്കാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്, രാസലഹരികൾ എന്ന് പറയുന്നത്. അതിന്റെ പേരൊക്കെയാണ് നേരത്തെ അധ്യക്ഷ പ്രസംഗൻ പറഞ്ഞു പോയത് അല്ലേ? ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ കടന്നുവരവോടുകൂടിയാണ് സത്യത്തിൽ നമ്മുടെ ലഹരി അനുഭവങ്ങളൊക്കെ പാടെ മാറുന്നത്. മാത്രമല്ല, അപ്പോഴേക്ക് പുതിയൊരു കാലം കൂടി കടന്നെത്തു. കൊറോണ വന്നു അല്ലേ? കൊറോണ വന്നപ്പോ എന്തുണ്ടായി?
കൊറോണയോടുകൂടി നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്കൊക്കെ എന്ത് വന്നു? ഗാഡ്ജറ്റ് വന്നു, മൊബൈൽ ഫോൺ വന്നു. കൊറോണ കഴിഞ്ഞു, ഓഫ്ലൈനായി, തിരിച്ചു വാങ്ങേണ്ടേ? വാങ്ങിയില്ല. ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ പറ്റിയില്ല. അതോടുകൂടി എന്തായി? അതുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള സ്വഭാവപരമായ ചില പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അതുകൂടി ചേർന്നപ്പം സത്യത്തിൽ എന്തായി? കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി ആയി എന്നർത്ഥം. ആ കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ ഞാൻ വളരെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ അനുഭവം പറഞ്ഞ് ഞാനൊരു ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മള് നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളൊക്കെ ഒരു 10 കൊല്ലം 15 കൊല്ലം മുമ്പ് പത്രമൊക്കെ വായിച്ചിരുന്ന സമയത്തും ഇത്തരത്തിലൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. മദ്യപിച്ച് മതോന്മത്തനായ ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അച്ഛനെ കത്തിയെടുത്ത് കുത്തി എന്ന വാർത്ത ഒരു 10-15 കൊല്ലം മുമ്പ് പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. Am I right? Yes. പക്ഷേ അന്നത്തതിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അന്ന് പത്രം വായിച്ചുകൊണ്ട് ഈ വാർത്ത വായിച്ച ഏതൊരു മനുഷ്യനും ഈ വാർത്ത കേട്ടതും ഉടനടി ഞെട്ടിക്കാണും, അല്ലേ? അയ്യോ, ഒരു മോൻ അച്ഛനെ കൊല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ തൊട്ടടുത്ത സെക്കൻഡ് റിലാക്സ് ആയിട്ടുണ്ടാവും, ആശ്വാസം കൊള്ളും. എങ്ങനെ ആശ്വാസം കൊള്ളുക? ഓ, ഇത് ഇവിടെയൊന്നും സംഭവിച്ചതല്ലല്ലോ, അതങ്ങ് എവിടെയോ സംഭവിച്ചതാണല്ലോ എന്ന് നമ്മൾ ആശ്വാസം കൊണ്ടിരുന്നു. Am I right? പക്ഷെ ഇപ്പൊ നമുക്ക് ആശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ സംഭവിക്കുന്നത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലാണ് എന്നതാണ് പ്രശ്നം. അത്രയും അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? ഇപ്പോ നമ്മൾ മുതിർന്ന ആളുകളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കും ഈ ചുറ്റുപാടും ഒക്കെ ഉണ്ടാവും. അതിലൊന്നും ഞാനൊരു ചെറിയ ഒരു അനുഭവം പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഒരു മകൾ. ആ മകൾക്ക് നമുക്കൊരു പേരിടണം. ഒറിജിനൽ പേര് പറയാൻ ഒരു നിർവാഹവുമില്ല. അപ്പൊ നമുക്കൊരു പേര് കൊടുക്കാം, അല്ലേ? എന്താ പേര്? നിങ്ങളൊക്കെ മുഖത്തെന്തൊരു സന്തോഷമില്ലാത്തത്? ഇത് പറയുന്ന സന്തോഷമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ചിരിച്ചിരിക്കേ, അല്ലേ? ഒരു രസല്ലേ? എന്തോ ആരോ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ നാളെ കണ്ടാ മിണ്ടണ്ടതല്ലേ എന്ന് വിചാരിച്ച് വന്നാണോ നിങ്ങള്? കൊല്ലാൻ കൊണ്ടുവന്ന മാതിരിയാണോ ഇത്? അല്ലേ? അല്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ റിലാക്സ് ആയിട്ട് കേൾക്കുക കേട്ടോ. സോ അനസൂയ എന്നിടാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരായിരുന്നു. എനിക്കുണ്ടായിരുന്ന ഏതെങ്കിലും ഒരെണ്ണം പെൺകുട്ടിയാണെങ്കിൽ ഇടണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ ദൗർഭാഗ്യവശാൽ ഉണ്ടായത് മുഴുവൻ 2 ആൺകുട്ടികളെ പേര് വെറുതെ അതുകൊണ്ട് ഇട്ട് തീർക്കലാണ്, അല്ലേ? അപ്പൊ അനസൂയ മോളുടെ ഒരു അനുഭവം പറഞ്ഞു. 8ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ റിസൾട്ട് വന്നു. 8 നിലയിൽ പൊട്ടി. എന്നിട്ട് വേളയ്ക്ക് പിടിച്ചിട്ട് കോളറയ്ക്ക് പിടിച്ചിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. എന്താ ഡയലോഗ്? ഇതൊന്നും ചോദിക്കാനും പറയാനും അല്ല ഞാൻ എന്റെ മകളെ പൈസയും കൊടുത്ത് ഇങ്ങോട്ട് വിടുന്നത്, ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളും, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിച്ചാൽ മതി എന്നൊരു ഡയലോഗാണ്. യെസ്. പിന്നെ എങ്ങനെയാ അധ്യാപകർ ചോദിക്കുക? ഇത് ഞാൻ പറഞ്ഞതല്ല, വയനാട് ജില്ലയിലെ ഒരു അധ്യാപകന്റെ, പ്രധാന അധ്യാപകന്റെ വൈറലായ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, അല്ലേ? സോ കുറേയൊക്കെ കുഴപ്പം നമ്മളിടത്ത് തന്നെയാണ്. പക്ഷെ എന്തായാലും അനസൂയയുടെ കഥ പറയാം. അനസൂയയുടെ കാര്യത്തില് ടീച്ചർക്ക് ചോദിക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ല. ചോദിച്ചേ പറ്റും, അത്രമേൽ പ്രിയപ്പെട്ട കുട്ടിയാണ്. പക്ഷെ ഒറ്റയ്ക്ക് ചോദിക്കാൻ ധൈര്യമില്ല. അതുകൊണ്ട് SPSC ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥനെ കൂടെ കൂട്ടി 2 പേരും കൂടി ഈ മകളെ വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി മകളെ നിനക്ക്? അങ്ങനെ കുറെ ചോദിച്ചപ്പോ നിർബന്ധിച്ചപ്പോ അവൾ ഒരു കഥയങ്ങ് പറഞ്ഞു. എന്താ കഥ? എന്റെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നവരാണ്, തനിച്ചാണ് ഞാൻ എന്നാണ്. അങ്ങനെ തനിച്ചായി പോകുന്ന ഏതെങ്കിലും കുട്ടികൾ നിങ്ങളുടെ ഈ വീട്ടിലോ പരിസരത്തോ ഉണ്ട് എങ്കിൽ ഒരു തർക്കവുമില്ല, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. സവിശേഷമായ ശ്രദ്ധയും പരിചരണവും പരിഗണനയും ആ കുട്ടി അർഹിക്കുന്നുണ്ട്. ഒറ്റയ്ക്കായി പോകുന്ന കുട്ടികൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകണ്ടേ, കുട്ടി എന്ത് ചെയ്യും? അന്നേരാണ് നമ്മള് ഈ 2-3 ആളുകളൊക്കെ നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഓരൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ടുവരണം, അല്ലേ? ആരെയാന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? ഓരൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓരൊക്കെ വീട്ടിലിരുത്തിയിട്ട് പറയണോ, കുറച്ചുകൂടി സ്നേഹം തരാം, കുറച്ചുകൂടി പായസമൊക്കെ വെച്ച് തരാം, മക്കളെ കാര്യത്തിൽ നിങ്ങൾ എന്നെ നോക്കണം എന്ന് പറയണം. ഇവിടെയാണ് നമ്മുടെ ഈ പറയുന്ന അച്ഛൻ്റെയും അച്ഛമ്മയുടെയും അമ്മുമ്മയുടെയും അമ്മച്ചൻ്റെ ഒക്കെ ഒരു സാന്നിധ്യം ഏറ്റവും ആവശ്യമാകുന്നത് ഈ കുട്ടികളുടെ വളർച്ചാ ഘട്ടത്തിലാണ്. തർക്കമില്ല. അതൊന്നും ഇല്ലാതെ പോകുന്നിടത്ത കുട്ടികളെ ഞങ്ങൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കഥയൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ ഇവിടെ സമയം പോരാത്തതുകൊണ്ടാണ് അതിലേക്കൊന്നും ഞാൻ കടക്കാത്തത്. അത്ര ഭീകരമാണ്. സോ അതവിടെ നിൽക്കട്ടെ. അപ്പൊ എന്നിട്ട് ചോദിച്ചാണ്, അല്ല ഒറ്റയ്ക്കാണെങ്കിലും അച്ഛനും അമ്മയും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? ഓ, എല്ലാം റെഡിയാണ്. മറ്റേ പുസ്തകം റെഡിയാണ്, മറ്റേ ഉച്ചഭക്ഷണം റെഡിയാണ്, ബാഗ് റെഡിയാണ്, ബാഗ് തോളിലിടണം, 10 മിനിറ്റ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുണ്ട്, 10 മിനിറ്റ് നടക്കണം, ബസ് പിടിക്കണം, സ്കൂളിൽ പോകണം. ഇത്രയേ ഉള്ളൂ പ്രശ്നം, അല്ലേ? അപ്പൊ എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ എല്ലാ ദിവസവും ഒരു 8:45-9 മണിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാറുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോകവേ എന്റെ അടുത്തേക്ക്
ഒരു ബുള്ളറ്റിൽ ഒരു ചേട്ടൻ വന്ന് നിർത്തി. BGM ഇടണം അല്ലേ, ടാൻ 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 ടൈം ടൈം ഒക്കെ ഇടണം അല്ലേ. കാരണം എന്താ, നായകനും നായികയും കണ്ടുമുട്ടി. നായകനും നായികയും കണ്ടുമുട്ടിയ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? പാട്ടുണ്ടാവും അല്ലേ. നമ്മളങ്ങനെയല്ലേ, ഒരു സിനിമ കാണുന്ന നമ്മൾ ആളുകളല്ലേ ഇല്ലേ. നായകനും നായികയും കണ്ടുമുട്ടിയാൽ ഉടനടി ഒരു പാട്ടാണ്. ഇവിടെ ഒരു ആൺകുട്ടി ഒറ്റയ്ക്ക് പോകുന്ന ഒരു പെൺകുട്ടിയെ കാണുകയാണ് എങ്കിൽ പാടാൻ സാധ്യതയുള്ള പാട്ട് ഏതൊക്കെയാണ്? നമ്മൾ അതും നോക്കണല്ലോ. ഏത് പാട്ട് പാടും? പഴയ പാട്ട് കേട്ട് പാടുന്നവനാണെങ്കിൽ അവനൊരു പാട്ട് പാടും, കാനനച്ചായയിൽ ആട് വയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് പാടും അല്ലേ. പുതിയ പാട്ടാണെങ്കിലോ, ഡാഡി മമ്മി വീട്ടിൽ ഇല്ലേ, തടപോടായി ആരുമില്ലേ, വിളയാട ജോഡി അല്ലേ. അപ്പൊ ഇവൻ പാട്ട് പാടി, കാനനച്ചായയിൽ ആട് വയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആദ്യ ദിവസം മോള് മറുപാട്ട് പാടിയിട്ടുണ്ട്. എന്താണ്? പാടില്ല പാടേ മറന്നൊന്നും ചെയ്തുകൂടെ. കാരണം അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്, പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടില്ല. ആദ്യം റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ചേട്ടൻ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. ആസിഡ് ബൾബ് എടുത്തെറിഞ്ഞിട്ടില്ല, തെരുവാക്കൊണ്ട് അഭിഷേകം ചെയ്തിട്ടില്ല, ബ്ലേഡ് വെച്ച് കയറിയിട്ടില്ല. ചേട്ടൻ പറഞ്ഞ മോളെന്നാ പോയിക്കോ, ഞാൻ നാളെ വീണ്ടും നേരം എടുത്താൽ വരാം. പിറ്റേന്ന് നേരം എടുത്തു, വീണ്ടും വന്നു, വീണ്ടും പാട്ട് പാടി. അങ്ങനെ ഓരോ ദിവസം കടന്നു പോകുന്തോറും പാട്ടിന്റെ കനം കൂടി വരികയും മറുപാട്ടിന്റെ കനം കുറഞ്ഞു വരികയും ചെയ്തു. പിന്നെന്ത് സംഭവിക്കും? അഴകിയ രാവണ സിനിമ ഉണ്ടാവുമല്ലോ അല്ലേ. മമ്മൂട്ടിന്റെ സിനിമ ഉണ്ടില്ലേ അഴകിയ രാവൺ. അതിനകത്തൊരു ഡയലോഗ് ഉണ്ടെന്നാണ്, കുട്ടിശങ്കരനോടുള്ള ദേഷ്യം മൂത്ത് 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 ഇപ്പൊ എനിക്ക് ഇഷ്ടമായി എന്ന് പറയുന്നത്. അതുപോലെ പാട്ടിന്റെ കനം കുറഞ്ഞ് പിന്നെ അങ്ങ് ഇഷ്ടമായി, പ്രണയത്തിലായി. അതുവരെ പഠന ലോകത്തുണ്ടായിരുന്ന മകൾ പൊടുന്നനെ പ്രണയലോകത്തേക്ക് അകപ്പെട്ടു. അവൾ 8 നിലയിൽ പൊട്ടി. ടീച്ചർ സാറ്റിസ്ഫൈഡ് ആണ്. ടീച്ചർക്ക് ഉത്തരം കിട്ടി, എങ്ങനെ 8 നിലയിൽ പൊട്ടി എന്നതിന് ഉത്തരം കിട്ടി. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, ഷി വാസ് അൺസാറ്റിസ്ഫൈഡ്. അവൾ സാറ്റിസ്ഫൈഡ് ആയില്ല. എന്നിട്ട് അവൾ ചോദിച്ചു, നീ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് പൂർണ്ണമായും തൃപ്തമാകണമെങ്കിൽ എനിക്ക് നിന്റെ ശരീരം പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. ആരുടെ ശരീരമാണ്? എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള കൊച്ചുമകളുടെ ശരീരം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് ആടയാഭരണങ്ങൾ മാറ്റി ശരീരം പരിശോധിച്ചു. സൂചി കുത്താത്തൊരിടം പോലും ബാക്കിയില്ല. നമ്മുടെ നാട്ടിലാണ്. അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞുതരാണ്ട്, നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞുതരാണ്ട്. ഈ അടുത്ത ദിവസമാണ് ഒരമ്മ ഓടിക്കതച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നത്. എന്നിട്ട് ഫോൺ ഇങ്ങനെ കാണിച്ചു തന്നു, ഒരു അപകടമുണ്ട്. എന്താണ്? ഫോൺ നോക്കിയപ്പം വലിയ അപകടമാണ്. ചോദിച്ചു നോക്കി, എത്രാം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? മോൻ 8ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്വന്തമായിട്ട് ഫോൺ ഉണ്ടോ? ഉണ്ട്, ഐഫോണാണ്. അത് നിർബന്ധമാണ്. ഐഫോണിൽ കുറഞ്ഞ പരിപാടിയില്ല. നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ ഐഫോണിന് വേണ്ടി വാശി പിടിക്കാറുണ്ടോ? ഉണ്ടോ? എന്തിനാ ഐഫോൺ വാങ്ങാണെന്ന് പറയുന്നത്? അവർ നിങ്ങളോട് എന്താ പറയാ? ഏറ്റവും നല്ല പിക്ചർ ക്ലാരിറ്റി, ഫോട്ടോ അല്ലെ, ഇൻസ്റ്റയിൽ ഫോട്ടോ ഇടാനാണെന്ന് പറയും. അതിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഐഫോണിന്റെ ടെക്നിക്സ് എന്താണെന്ന് മിക്കവാറും രക്ഷിതാക്കൾക്ക് മനസ്സിലാവില്ല. രണ്ടാമത്തത്, ഏറ്റവും കൂടുതൽ സമയം ഇത് കളിക്കാൻ ഉപയോഗിച്ചാൽ ഇത് ഹീറ്റ് ആവില്ല, ചൂടാവില്ല. ഇതിനാണ്, അല്ലാണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടല്ല. അത് വേറെ കാര്യം. ശരി, ഇരിക്കട്ടെ. അപ്പൊ ഈ കുട്ടിക്ക് ഫോൺ ഉണ്ട്. പക്ഷെ ഇവന് ഫോൺ കിട്ടുന്നതിന് മുമ്പേ ആരുടെ ഫോണാണ് ഉപയോഗിച്ചത്? എന്റെ ഈ ഫോണാണ് ഉപയോഗിച്ചത്. അമ്മ പറയാണ്. എന്നിട്ടോ? പക്ഷെ ഈ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റി. ഈ കുട്ടി പുതിയ ഫോൺ വന്നപ്പോ അമ്മയുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോ അമ്മയ്ക്കും ആക്സസ് ചെയ്യാൻ പറ്റും, കുട്ടിക്കും ആക്സസ് ചെയ്യാം. അങ്ങനെയാണ് ഒരു മെസ്സേജ് വരുന്നത്. ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന്റെ അടിയിൽ ഒരു വോയിസ് നോട്ടുമുണ്ട്. അത് കേട്ടതും അമ്മയ്ക്ക് ആകെ ഭ്രാന്തായി. പക്ഷെ ചിത്രം കണ്ട് വോയിസ് നോട്ടും കൂടി കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞെന്താ, കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സമയം പോലും ഇല്ല. ഞങ്ങൾ പോലീസിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള സമയം പോലും ഇല്ല. എത്രയും പെട്ടെന്ന് അവനെ വല്ല വിമുക്തിയിലേക്കോ മറ്റോ മാറ്റണം. കാരണം സാധനം സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. 8ാം ക്ലാസ് കഴിയുമ്പോഴേക്കും സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ എവിടെയാണ് നമ്മുടെ കുഴപ്പം എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ലഹരിയിലേക്ക് ഇങ്ങനെ വീണു പോകുന്നത്? എന്താണ് അതിന് കാരണം എന്നുള്ളതാണ്. കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠനങ്ങളുണ്ട് എന്നാണ്. ഇത് ഞാൻ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ട് പറയല്ല. എൻ്റെ ഒരു 10-21 വർഷത്തെ പോലീസ് ജീവിതാനുഭവങ്ങൾ വെച്ച്, എൻ്റെ സാമൂഹ്യമായ ഇടപെടലുകളൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ ബോധ്യത്തിൽ നിന്ന് പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാവുന്നതാണ്. അതിനുള്ള ജനാധിപത്യ അവകാശം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 3 കുഴപ്പമുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. അതിൽ ഒന്ന് കുട്ടികളുടെ പ്രായമാണ്. രണ്ടാമത്തത്, കുട്ടികളുടെ പ്രായത്തെ ശരിയായ വിധത്തിൽ അഡ്രസ് ചെയ്യാൻ കഴിയാതെ പോകുന്ന ദുർബലരായ മാതാപിതാക്കൾ.
മൂന്നാമത്തത്, സ്വന്തം മക്കളുടെ പ്രായത്തെ പോലും ശരിയായ വിധത്തിൽ അഡ്രസ് ചെയ്യാൻ കഴിയാത്തവണ്ണം രക്ഷിതാക്കളെ ദുർബലമാക്കി തീർക്കുന്ന, അവർക്ക് ഒരു സപ്പോർട്ടും നൽകാത്ത പൊതുസമൂഹം എന്ന് പറയുന്നത്. ഇത് മൂന്നും ഉത്തരവാദികളാണ് എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇതിനകത്ത്. 8ാം ക്ലാസ്സിലെ കാക്കൊല്ല പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഒരു മകൾ തൊട്ടടുത്ത പരീക്ഷയിൽ അമ്മയെ പരാജയപ്പെടുന്നുവെങ്കിൽ ആ കാലയളവിൽ ആ മകൾ ആ വീട്ടിൽ മുമ്പ് കഴിഞ്ഞതുപോലെ ആയിരിക്കുമോ കഴിഞ്ഞിട്ടുണ്ടാവുക? ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. അവൾ പ്രണയത്തിൽ അകപ്പെടുന്ന നിമിഷം മുതൽ അവളുടെ ബോഡി ലാംഗ്വേജിൽ, അവളുടെ മാനസിക വ്യാപാരങ്ങളിൽ മാറ്റം വന്നിരിക്കും. അല്ലേ? എന്റെ പ്രണയം അച്ഛൻ അറിയുമോ, അമ്മ അറിയുമോ എന്നുള്ള ഉത്കണ്ഠയുണ്ടാവും. മറ്റൊന്നെന്താണ്, പിറ്റേ ദിവസം സ്കൂളിലേക്ക് ഹോംവർക്ക് ഉണ്ടാവും. അന്നേരമാണ് ചേട്ടൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നത്. ഇൻസ്റ്റയിലുള്ള മെസ്സേജിന് റിപ്ലൈ കൊടുക്കണോ, ഹോംവർക്ക് ചെയ്യണോ? കൺഫ്യൂഷനായി, പ്രശ്നമായി. അല്ലേ? സൂചി കുത്താൻ തുടങ്ങിയ പിന്നെ പറയണോ? അതിന്റെ ലക്ഷണങ്ങൾ എന്താണെങ്കിലും കുട്ടി കാണിച്ചിരിക്കും. പക്ഷേ ആ ഒരൊറ്റ ലക്ഷണം പോലും ഒരു രക്ഷിതാവിന് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നിടത്താണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പ്രശ്നം ഇതൊക്കെ എത്തുന്ന എവിടെയാണ്? ഈ കുട്ടി കയ്യിലേക്ക് ഒരായുധവുമായി തന്റെ നേരെ പാഞ്ഞെടുക്കുന്നത് വരെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്, കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. എന്താണ് സമൂഹത്തിന് സംഭവിച്ചത്, എന്താണ് കുടുംബത്തിന് സംഭവിച്ചത്, എന്താണ് പ്രായം, ഇത് മൂന്നും വ്യക്തമാക്കിയാൽ നമുക്ക് അങ്ങ് തീർക്കാം. ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മുടെ സമൂഹം വിധേയമായിട്ടുണ്ട്, തർക്കമില്ല. മാറ്റം എന്ന് പറയുന്ന ഒരു പ്രയോഗമല്ലാതെ ബാക്കിയെല്ലാം മാറുമെന്നാണ് അറിവുള്ളവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാറ്റത്തെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല, മാറ്റത്തെ സ്വീകരിക്കല്ലാതെ വേറെ നിർവാഹമില്ല. പക്ഷേ ഈ മാറ്റത്തിനിടയിൽ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനോഹരമായ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു മൈതാനവും ഇങ്ങനെ കൂടിയിരിക്കാനുള്ള സാധ്യതയും, ഇങ്ങനെ കൂടിയിരുന്നു കൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു വേദിയുണ്ട്. എത്ര പേർ ഉപയോഗപ്പെടുത്തുന്നു? അല്ലേ? ഇതൊക്കെ ഒരു പ്രശ്നമാണ്, അല്ലേ? പക്ഷെ അതവിടെ നിൽക്കട്ടെ, ഞാൻ മറ്റു വിഷയത്തിലേക്ക്. സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ യുവതികളെ ഇങ്ങനെ ചില പ്രയാസങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് സഹായകരമാകും വിധത്തിൽ നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച മാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സർവൈലൻസ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും നിങ്ങളുമെല്ലാം എല്ലാ കാലത്തും സർവൈലൻസിന് കീഴിലാണ്, അല്ലേ? നമ്മൾ ഏത് സർവൈലൻസിലാണ് ഇപ്പോൾ ഉള്ളത്? അറ്റ് പ്രസന്റ് സിറ്റുവേഷൻ നമ്മൾ ഏത് സർവൈലൻസിന് കീഴിലാണ്? നമ്മൾ ഡിജിറ്റൽ സർവൈലൻസിന് കീഴിലാണ്, തർക്കമില്ല. യു ആർ അണ്ടർ CCTV എന്നാണ്. ഞാനും നിങ്ങളുമെല്ലാം ഡിജിറ്റൽ സർവൈലൻസിന് കീഴിലാണ്, അല്ലേ? പക്ഷേ മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഞാനും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾ, എനിക്ക് മുമ്പേ നടന്നുപോയവർ, അവർക്കൊക്കെ ഉള്ള അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഡിജിറ്റൽ സർവൈലൻസിന് കീഴിലായിരുന്നോ? അല്ല. പക്ഷേ സർവൈലൻസ് ഉണ്ടായിരുന്നു, തർക്കമില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 8, 9, 10 കാലത്ത് പഠിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ താമസിച്ചിരുന്നത് തൊട്ടപ്പുറത്ത് കുറച്ച് മാറി തേനാക്കുഴി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്, അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. തേനാക്കുഴിയിൽ നിന്ന് 10 പൈസ ST കൊടുത്തിട്ട് ബസ്സിൽ കയറി സ്കൂളിൽ പോയാൽ 4 മണിക്ക് ബെല്ലടിച്ചാൽ 90കളുടെ ആദ്യ പകുതിയിൽ ആൺകുട്ടികൾക്ക് എടുക്കാൻ കഴിയുമായിരുന്ന സകലമാന പ്രിവിലേജുകൾ എടുത്താലും 6 മണിക്കകം തിരികെ തേനാക്കുഴി ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിരിക്കണം എന്നതായിരുന്നു അന്നത്തെ ലിഖിത നിയമം. ഇറങ്ങിയിട്ടില്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വകുപ്പുള്ളതുകൊണ്ടല്ല, പക്ഷെ ഇറങ്ങണം എന്ന് തന്നെയാണ് നിയമം. 6 മണി കഴിഞ്ഞാൽ ഇന്ന് കുട്ടികൾ വീട്ടിലേക്ക് പോകുന്നത് പോലെ അന്ന് വീട്ടിൽ പോകാൻ പറ്റൂല. കാരണം എന്താ? ബസ് ഇറങ്ങുന്ന സമയത്ത് തന്നെ കുറെ ചോദ്യക്കാരുണ്ടാവും, ചോദ്യം ചെയ്യാനുള്ള അവകാശപ്പെട്ട ആളുകൾ ഉണ്ടാവും. അവർ ചോദിക്കും, അല്ല മോനെ എന്താ ഇത്ര വൈകിയത്, എവിടെയാ പോയി കളിച്ചിരുന്നത്, എന്താ പ്രശ്നമോ, വീട്ടിലറിയോ, അച്ഛനോട് പറഞ്ഞിരുന്നോ പോയത് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ മെല്ലെ സോപ്പിടും, അല്ല ഇന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഒരു ദിവസത്തേക്ക് ക്ഷമിക്കണം, ഞാൻ ഇനി ആവർത്തിക്കൂല, അച്ഛനോട് പറയരുതും ഒക്കെ പറയും. നമ്മൾ വിചാരിക്കും അച്ഛനോട് പറയൂല, പക്ഷെ നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് അച്ഛൻ വിവരം അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളെ ചോദിക്കും എവിടെയാ വൈകിയെന്ന് ചോദിക്കും, ഇല്ലേ? ഇനി അങ്ങനെ ചോദ്യം ചെയ്താൽ ഇന്ന് കുട്ടികൾ പറയുന്നത് പോലെ നീ നിന്റെ പാടുനോയി പോക്കിക്കോ എന്ന് പറയൂ നമ്മള്? തർക്കുത്തരം പറയുവോ? ഇല്ല. തർക്കുത്തരം പറഞ്ഞാൽ അടി ഉറപ്പാണ്, സ്പോട്ട് കിട്ടും. ആ അടിയും കൊണ്ട് വീട്ടിൽ പോയിട്ട് പരാതി പറഞ്ഞാലോ, അമ്മ ഇന്ന് VK ഭാസ്കരേട്ടനോട് അടി കിട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? 2 അടി അധികം കിട്ടും. കാരണം എന്താ? VKനോട് അടി വാങ്ങാൻ മാത്രം ഗുരുത്തക്കടിഞ്ഞ് എന്തേ കളിച്ചെന്നാ ചോദ്യം. പിന്നെ വേറെ ഡയലോഗില്ല, അടി വേറെ കിട്ടും, അല്ലേ? കിട്ടൂലേ? യെസ്. ഈ ഒരു സോഷ്യൽ സർവൈലൻസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ സർവൈലൻസ് എന്ന് പറയുന്നത് സുശക്തമായിരുന്ന ഒരു സാമൂഹ്യ അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഏത് കുട്ടിയും തങ്ങളുടെ കുട്ടിയെ പോലെ പരിഗണിച്ചിരുന്നു. ഇന്നിപ്പോ എന്താ ചെയ്യുക നമ്മള്? ഇന്ന് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു കുട്ടിയെ കണ്ടാൽ ഞാനാണെങ്കിൽ ഒന്ന് നോക്കും, എന്റെ മോനാണ് അവിടെ ഇരിക്കുന്നു നോക്കും, അല്ല എന്ന് പറഞ്ഞാൽ സമാധാനായി നമ്മളങ്ങ് പോവുകയും ചെയ്യും. പോവില്ലേ? പോവും. കറണ്ട് പോയ നമ്മൾ എന്താ ചെയ്യുക?
കറണ്ട് പോയാൽ വേഗം അടുത്ത വീട്ടിലേക്ക് നോക്കും, പോയാൽ സമാധാനായി അല്ലേ. ഫ്യൂസ് പോയതാണോ എന്നുള്ള ചിന്ത നമുക്കില്ല അല്ലേ, അല്ലെങ്കിൽ ഫ്യൂസ് കെട്ടിയത് വരും എന്നുള്ള ചിന്ത നമുക്കില്ല, അല്ലെങ്കിൽ KCB-യിലേക്ക് വിളിച്ചു നോക്കണം എന്നുള്ള ചിന്ത നമുക്കില്ല. നമ്മൾ ആകെ നോക്കുക അപ്പുറത്തെ വീട്ടിൽ പോയാൽ മതി, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, സങ്കടമില്ല, പിന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് നമ്മളൊരു പ്രശ്നം അല്ലേ. അപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം, സർവൈലൻസിൽ വന്ന ഒരു മാറ്റം വലിയ പ്രശ്നമാണ്. മറ്റൊന്ന്, ഈ പറയുന്ന സമൂഹത്തിനകത്ത് കുറെ പദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അല്ലേ. സോഷ്യൽ ഡ്രിങ്കിങ്, അതുപോലെ സോഷ്യൽ കൺസെന്റ്. എന്താണ് സോഷ്യൽ കൺസെന്റ്? കല്യാണം ഉണ്ടെങ്കിൽ കള്ളു വേണം എന്നത് ഒരു സോഷ്യൽ കൺസെന്റ് ആണ്. Am I right? അല്ലേ? കല്യാണം ഉണ്ടെങ്കിൽ, ഒരു കുട്ടി ജനിച്ചാൽ, പാലുകുടിയാണെങ്കിൽ, നിശ്ചയമാണെങ്കിൽ അവിടെയൊക്കെ കള്ളു വേണം അല്ലേ. കള്ളു വേണ്ടേ? വേണം. ഇതൊരു പ്രശ്നമാണ് അല്ലേ. ഇപ്പോ അധ്യാപകന്റെ ഒരു സുഹൃത്താണ്, അവൾ എന്നെ വിളിക്കുക. ഇവളുടെ ഫോൺ വരുമ്പോ എനിക്ക് പോടിയ, കാരണം എന്താ, ആരെങ്കിലും ഹെൽമെറ്റ് വെച്ച് പിടിച്ചിട്ടുണ്ടാവും, വേണ്ടപ്പെട്ടവരെ ഒന്ന് ഒഴിവാക്കി തരും ഇറിഗേഷൻ ചോദിച്ചില്ല, സ്ഥിരമായിട്ട് വിളിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ഇന്ന് ആരെയെ പിടിച്ചെന്ന് വെച്ചാൽ, എനിക്കതല്ല വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അപ്പൊ എന്നോട് ഭയങ്കര ചൂടല്ല, അല്ല എന്നോട് വേറൊന്നും പറയാമെങ്കിൽ വിളിച്ചൂടെ നോക്കിയാ ചോദ്യം. ആയിക്കോട്ടെങ്കിൽ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു. അവസാനം അവള് പറയാണ്, 2 കൊല്ലം മുമ്പ് ഞാൻ ഇതേ ക്ലാസ് മുറിയിൽ ഇതേ വലുപ്പത്തിലുള്ള ഇതേ ക്ലാസ്സിലുള്ള കുട്ടികളെയാണ് പഠിപ്പിച്ചിരുന്നത്. ഞാൻ ചോദിച്ചു അതിനിപ്പോ എന്താ മാറ്റം വന്നോ? ഇനി അതേ ക്ലാസ് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്, അതേ സ്കൂൾ തന്നെയല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? കൊറോണ കഴിഞ്ഞതിന് ശേഷം വന്ന കുട്ടികളുടെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവർ പറയുന്ന സംസാരം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവര് കുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വെക്കടാ വെടി, കൊല്ലടാ അവനെ, കുത്തടാ അവനെ എന്ന് പറയുന്നുണ്ടോ ചോദിച്ചു. ഉണ്ട് എന്നാ പേടിക്കണ്ട, PUBG കളിച്ച് അഡിക്റ്റ് ആയി പോയതുകൊണ്ടാണ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ റെഡി ആയിക്കോളുന്നവർ അല്ലേ. ഇപ്പൊ കളിയുടെ മാറ്റമാണ്, ഇതെല്ലായിടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുതെനിക്കുണ്ട്, 10ലും 1ലുമാണ് എന്റെ കുട്ടികൾ. ഇവൻ LKG-യിലായിരുന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടാവുന്നത്. ഞാനൊരു ദിവസം ഇതേപോലെ എന്തോ തിരക്കിട്ട് വന്ന് വീട്ടിലേക്ക് കയറുമ്പം തന്നെ ഇവൻ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ആകെ സീനായി. കരിമലയിൽ എന്റെ കൂടെ പഠിച്ച സീനനെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ സീനൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചോദിച്ചു, അല്ല മോനെ ഏത് സീനാന്ന് ചോദിച്ചു. അച്ഛ സീനെ അല്ല, ആകെ സീനായി എന്നാണ് പറഞ്ഞത് അല്ലേ. ഭാഷയുടെ ഒക്കെ മാറ്റം വല്ലാത്ത മാറ്റമല്ലേ അല്ലേ. പക്ഷെ ഇത് സ്വാഭാവികമായിട്ടാണ്, എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വേർഡ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇരിക്കുന്ന എന്റെയൊക്കെ തലമുറ വരുമ്പോൾ എന്താണ്, നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭാഷ എന്താണ്, അടിപൊളിയാണ് അല്ലേ. എല്ലാം അടിപൊളിയാണ്. അച്ഛൻ മരിച്ചു അടിപൊളി, അമ്മ മരിച്ചു അടിപൊളി എന്നാണ് അല്ലേ. ആരാണ് അടിക്കുന്നത്, എവിടെയാണ് അടി കൊള്ളുന്നത്, എന്താണ് പൊളിയുന്നത് അറിയാതെ അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ വന്നത് അല്ലേ. ഇത് സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ വീട്ടിന്റെ മുറ്റത്തിരുന്ന് കളിക്കുന്നു, പുറമേ നിന്ന് ഒരു മനുഷ്യൻ വീട്ടിലേക്ക് വരികയാണ്. അച്ഛനോട് സംസാരിക്കാനാവാം, അച്ഛനോട് കടം വാങ്ങാനായിരിക്കാം, അല്ലെങ്കിൽ കടം വാങ്ങിയ പൈസ തിരിച്ചു വയ്ക്കാനായിരിക്കും, ഇല്ല നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനായി എന്തോ ആട്ടെ വേറെ വരുന്നു. അവിടെ ഇരുന്ന് കൊണ്ട് കളിക്കുന്ന ഞാനോ ഞങ്ങളോ നിങ്ങളോ എഴുന്നേറ്റ് നിൽക്കൂല്ലയോ? എഴുന്നേറ്റ് നിൽക്കും. എന്തിനാ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കണം, എഴുന്നേറ്റൊന്ന് ബഹുമാനിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളെ പഠിപ്പിച്ചത് ആരാ? നമ്മുടെ അച്ഛനും അമ്മയുമാണ്. നമ്മുടെ അച്ഛനും അമ്മയും ആരായിരുന്നു? ഇതെന്തോ ലക്കബിലെ ചങ്ങായി ചോദിക്കൂലേ? ചോദിച്ചു വേറൊന്നുമല്ല, ബോധപൂർവം തന്നെയാണ്. നിങ്ങളുടെ മക്കളെ പോലെ, അല്ലെങ്കിൽ എന്റെ മകനെ പോലെ, അല്ലെങ്കിൽ എന്റെ മക്കളെ പോലെ അവരുടെ അച്ഛനും അമ്മയും ആരാണ് എന്ന് ചോദിച്ചാൽ രഖേഷ് PR BA BCom എന്നൊക്കെ പറയാനുള്ള സാധ്യത നമുക്ക് ഉണ്ടായിരുന്നോ? നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഡിഗ്രിയുടെ ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. കുറെ ഇവിടേക്കുള്ള നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, എനിക്കൊന്നും എന്തായാലും ഇല്ല. 4ാം ക്ലാസ്സും കുസ്തിയുള്ള അച്ഛനും അമ്മയൊക്കെയാണ് നമ്മളെ വീട്ടിലുള്ളത് അല്ലേ. അവര് പഠിപ്പിച്ചു തരികയും നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? എങ്ങനെ നല്ല പാരന്റ് ആകാം എന്ന് യൂട്യൂബിൽ കോഴ്സ് നടത്തിയിട്ട് 1ാം ക്ലാസ് പാസ്സായത് നമ്മള് അല്ലേ. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് കുട്ടികൾ കേൾക്കുമ്പോ നാടൊട്ടുക്ക് ഇത് പറയുന്നു. എന്റെ വീട്ടിലുള്ള സ്ഥിതി എന്താ അറിയോ? ഇതുപോലുള്ള കസേര ലൈറ്റുകൾ കാല് താഴോട്ട് ആട്ടിയിരിക്കുകയായിരിക്കും. അന്നേരം മുട്ട് കേൾക്കുമ്പോൾ കാലെടുത്ത് മേശന്റെ ഉള്ളിലേക്ക് ഒരൊറ്റ പപ്പ, എന്നിട്ട് പറയാം അച്ഛ ആരോ മുട്ടെന്ന് പോയി ഓടിന്ന് അല്ലേ. ഇതാ സ്ഥിതി. അപ്പൊ പ്രശ്നം അല്ലേ, കീഴ്മേൽ മറിയാണ്. പോട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന ഞാൻ ഇദ്ദേഹമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്, സംസാരിക്കുന്ന ആളാണെങ്കിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോവാ? എങ്ങോട്ടാ? അടുക്കളയിലേക്കാണ്. നമ്മൾ ഏക പ്രദേശ അടുക്കളയിലുള്ള അമ്മയാണ് അല്ലേ. അമ്മേനെ വിളിക്കുക, ആരോ വന്നിക്കുന്നു പറയും. അപ്പൊ അമ്മ ഒരു വരവുണ്ട്, നല്ല വരവായിരിക്കും. അമ്മ വന്ന് വിളിച്ചിരുത്തി, അപ്പൊ തന്നെ അമ്മ വീണ്ടും അടുക്കളയിലേക്ക് പോയി നാരങ്ങ വെള്ള കട്ടൻ ചായ എന്തെങ്കിലും കാച്ചും. അതും കൊണ്ട് വരുന്നേരം നമ്മളൊരു തോണ്ടലുണ്ട്, മോനെ അച്ഛൻ അങ്ങാടിയിലുണ്ട്, പോയി വിളിച്ചുണ്ടെന്ന് പറയാം. അന്നേരം നമ്മളൊരു വണ്ടി സ്റ്റാർട്ടാക്കും. എന്താ വണ്ടി? ഓലെ യൂബറും ഒന്നല്ല, ഇലക്ട്രിക് സ്കൂട്ടറും ഒന്നല്ല, ടയറിന്റെ കഷ്ണം അത് എടുത്തിട്ട് നമ്മളൊരു പോക്കുണ്ട് അല്ലേ. എന്നിട്ട് പോയിട്ട് നേരെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരും. അച്ഛൻ വരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, തീരുമാനമാകുന്നു. ഓക്കെ, റെഡി, കിട്ടും. ഇതിനൊന്ന് നമ്മൾ പുതിയ കാലത്തെ കൊണ്ടുവരാം അല്ലേ. അന്നത്തെ വീടിന്റെ സ്ഥാനത്ത് നിന്ന് കൊട്ടാരം വന്നിട്ടുണ്ട്, ശരിയാണ്, തർക്കമില്ല, മാറ്റമാണ്, വലിയ മാറ്റമാണ്. 15 ലിവിംഗ് റൂം വന്നിട്ടുണ്ട്, 55 TV വന്നിട്ടുണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ വന്നിട്ട്, ഇലക്ട്രിക് കാർ വന്നിട്ട്. ഇതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, തർക്കമില്ല, എല്ലാവർക്കും വരട്ടെ, തർക്കമില്ല. പക്ഷേ എന്തൊക്കെയോ ചിലത് പോയി അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ.
അപ്പോ ഇന്നത്തെ കാലത്ത് വീട്ടിലേക്ക് ഒരു ആള് വന്നാൽ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു സാധ്യതയില്ല. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. എഴുന്നേറ്റ് നിൽക്കണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഉപകാരം ചെയ്തില്ല പറ്റില്ല, പട്ടിനെ അഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈറ്റിങ്ങൾ കല്ലെറിയാണ്ട് നോക്കിയാൽ മതി അല്ലേ? പക്ഷെ അത് നിൽക്കട്ടെ, എന്റെ ചോദ്യം അതല്ല. പുറമേ നിന്നൊരാൾ വന്നു എന്ന് കാണാൻ സാധ്യതയുണ്ടോ കുട്ടി? ബാക്കിയൊക്കെ പോട്ടെ, എഴുന്നേറ്റിക്കുന്നൊക്കെ പോട്ടെ, കുട്ടി പുറമേ നിന്നൊരാൾ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിയാൻ സാധ്യതയുണ്ടോ? ഇല്ല. ആരുടെ കുഴപ്പ? കുട്ടിയുടെ കുഴപ്പമാണോ? അല്ല, നമ്മളെ കുഴപ്പം. എന്താ കാര്യം? എന്റെ മകൻ, എന്റെ മകൾ പുറമേയുള്ള ഒരു കാര്യം അങ്ങനെ കാണണ്ട എന്ന ഉത്തമ ബോധ്യത്തിൽ കാണാതിരിക്കാൻ ആവശ്യമായ പണി നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താണ്? മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ കൊച്ചു ടിവിന്റെ കണക്ഷൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണ്ടിരിക്കുന്ന കുട്ടി ഭൂമി തന്നെ ഒലിച്ചു പോയാലും കുട്ടി അറിയില്ല. കുട്ടീന്റെ കുഴപ്പമല്ല, നമ്മളെ കുഴപ്പ ഇല്ലേ? യെസ്. ശരി, അവിടെ നിൽക്കട്ടെ. കുട്ടിയെ വിടാം, അടുത്തയാളെ പോയി നോക്കാം. ആരാ? അടുക്കളയിലുള്ള അമ്മ. അടുക്കളയിലുള്ള അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? അടുക്കളയിലുള്ള അമ്മമാരാണ് രംഗത്തേക്ക് വന്നത്. എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, രംഗത്തേക്ക് വന്നേ പറ്റൂ, തർക്കമില്ല. പക്ഷേ സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസം, ഭർത്താവിന്റെ ജോലി, വീട്, ആല, പൈ, പോത്ത്, ഇതൊക്കെയാണ് എന്റെ ഉത്തരവാദിത്വം എന്ന് കരുതുന്ന ഗൃഹനായികമാർ, ഗൃഹനാഥമാർ ഇപ്പോഴും സോഷ്യൽ ഇൻഡെക്സുകൾ പ്രകാരമുണ്ട്. അവരുടെ സ്ഥാനം എവിടെയാണ്? എവിടെയാണ് നമ്മുടെ ഗൃഹനാഥന്മാരൊക്കെ ഉള്ളത്? ചന്ദനയിലെ മഴ ഇങ്ങനെ ആഞ്ഞു പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് അങ്ങോട്ട് പോരുന്നില്ല. സ്വന്തം മകളുടെ വേദനയേക്കാൾ സ്വന്തം ഭർത്താവ് പണിയും കോരിയൊന്നും ഇല്ലാണ്ട് തെണ്ടി നടക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി എന്നതിനേക്കാൾ, സ്വന്തം മകൻ ബൈക്കിന്റെ മുകളിൽ വീണ് കാല് പൊട്ടിയിട്ട് 2 ആഴ്ചയായി എന്നതിനേക്കാളും കറുത്ത മുത്തിന്റെ വേദനയാണ് എന്റെ അമ്മോ, എന്റെ ഏറ്റവും വലിയ വേദന എന്ന് അനുഭവിക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറയൊരു ഒരു കാര്യം, ഞങ്ങൾ CH നഗർ കോളനിയിലെ ഏറ്റവും മിടുക്കരായ മക്കളുടെ അമ്മമാരാണ്, ഞങ്ങൾ സീരിയൽ കാണുന്നവരല്ല എന്ന് പറഞ്ഞാലും പ്രശ്നം കിടക്കുക. എന്താ പ്രശ്നം? 1ാം ക്ലാസ് പഠിച്ചപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. 5ാം ക്ലാസ് പഠിച്ചപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. 10ാം ക്ലാസ് പഠിച്ചപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. +2 പഠിച്ചപ്പോൾ ഗ്രൂപ്പ് വേറെ ഉണ്ടാവും. ഭർത്താക്കന്മാരെ കുടുംബക്കാരുമുള്ള ഗ്രൂപ്പ് വേറെ ഉണ്ടാവും. സ്വന്തം നിലയ്ക്ക് അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പ് വേറെ ഉണ്ടാവും. ഇതിനകത്ത് രാവിലെ തൊട്ട് രാത്രി വരെ യുദ്ധം ചെയ്യുമ്പോൾ മോള് വന്നിട്ട് തോണ്ടിട്ട് അമ്മേ വാട്ട് ഈസ് A+B² എന്ന് ചോദിക്കും. എന്തായിരിക്കും മറുപടി? ഒരൊറ്റ ആട്ട് കൊടുക്കും. കുട്ടി ഒരു 3 കിലോമീറ്റർ അപ്പുറം പോയിട്ട് പോകും അല്ലേ? എന്നിട്ട് അവിടുന്ന് വീണ്ടും കുട്ടി തച്ച വെച്ച് വന്നിട്ട് വീണ്ടും ഒന്നുകൂടി ചോദിച്ചു നോക്കൂ, അല്ലമ്മേ വാട്ട് ഈസ് A+B²? ഒലക്കേന്റെ മൂട് സ്വൈര്യം കെടുത്താണ്ടിരിക്കുക, എനിക്കെന്താ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു മൊബൈൽ എടുത്ത് അതിന്റെ കയ്യിലായിട്ട് കൊടുക്കും. അതോടുകൂടി A+B² ഇല്ല, ചോദ്യം തന്നെ ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞതല്ല, സോഷ്യൽ ഇൻഡെക്സുകൾ സൂചിപ്പിക്കുന്ന. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ ബൈക്കിന്റെ കാറ്റൊന്നും നിങ്ങൾ ഒഴിക്കണ്ട. നമ്മുടെ അമ്മമാരൊക്കെ കുറെ അധികം. ഞങ്ങളിപ്പോ പോലീസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? എന്താ? റീയൂണിയൻ ഏറ്റവും വലിയ പ്രശ്നം. എന്താ കാര്യം? ഒരു റീയൂണിയൻ ഉണ്ടായാൽ 4 ഒളിച്ചോട്ട് ഉറപ്പാ. പിന്നെ അതിന്റെ പിന്നാലുള്ള പോച്ചില. പണ്ട് പറയാൻ വിമ്പി നിന്ന സാധനം, പണ്ട് കേൾക്കാൻ മുട്ടി നിന്ന സാധനം ഇപ്പൊ അങ്ങ് പറയാ. 10ഉം 60ഉം വയസ്സായിട്ട് പറയേണ്ട താമസം. പോവല്ലേ, എന്നാ പോവുക. എന്നിട്ട് പോലീസ് അതിന്റെ പിന്നാലെ എന്ത് കഥ ഏതാലോചിക്കുന്നില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ അന്ന് ധൈര്യം കാണിക്കണം, എന്നാ ഞാൻ അംഗീകരിക്കും അല്ലേ? അന്ന് ധൈര്യം കാണിച്ചിരുന്ന ഈ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. എന്തൊരു കഥയാണ്. ശരി, ഇരിക്കട്ടെ, അതൊന്നും ഞാൻ കിടക്കുന്നില്ല, അത് വേറെ വിഷയമാണല്ലോ. ശരി, എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അമ്മമാർ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ പെടുന്നു എന്നുള്ളതാണ്. വിശദീകരിക്കുന്നില്ല. അടുത്തത് അച്ഛൻ എവിടെയാണ് എന്നുള്ളതാണ്, ഗൃഹനാഥന്മാർ എവിടെയാണെന്നുള്ള. ലാലേട്ടൻ ഒറ്റ ചോദ്യമാണ് മലയാളികളോട് ചോദിച്ചത്. എന്താ ചോദിച്ചത്? വൈകിട്ട് എന്താ പരിപാടി അല്ലേ? ബാക്കി എന്തിൽ വിട്ടുവീഴ്ച ചെയ്താലും വൈകിട്ടത്തെ പരിപാടിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബാറ്, വീട്, ക്ലബ്ബ്, അയൽക്കൂട്ടം, അങ്ങാടി, പീഡിയന്റെ തിണ്ണ തുടങ്ങി സകല സ്ഥലത്തും കമ്പനിയാണ്. കമ്പനി വിട്ടിട്ട് ഒരു പരിപാടി നമുക്കില്ല. ഞാൻ പറഞ്ഞതല്ല, ബീവറേജിന്റെ മുമ്പുള്ള ക്യൂ നീണ്ട സാക്ഷ്യം അല്ലേ? യെസ്. പക്ഷെ എന്റെ ചോദ്യം ഇതൊന്നുമല്ല. എന്താണ് ഒരു കുടുംബത്തിനകത്തുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നാണ്. അമ്മ സീരിയൽ കാണുന്നതാണോ? അമ്മ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നതാണോ? അല്ലെങ്കിൽ അച്ഛൻ ഈ പറഞ്ഞ പോലെ 2 അടിച്ചു വൈകുന്നേരം വരുന്നതാണോ? എന്താണ് പ്രശ്നം? യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഒരു വീട്ടിനകത്ത് ഓരോ മനുഷ്യരും കെട്ടിപ്പടുക്കുന്നത്, ഓരോ മനുഷ്യനും ജീവിച്ചു തീർക്കുന്നത് അവരവരുടെ ലോകമാണ് എന്നതാണ്. അച്ഛൻ അച്ഛന്റെ ലോകത്ത് ജീവിക്കുന്നു, അമ്മ അമ്മയുടെ ലോകത്ത് ജീവിക്കുന്നു, അച്ഛമ്മ അച്ഛമ്മയുടെ ലോകത്ത് ജീവിക്കുന്നു, അച്ഛൻ അച്ഛന്റെ ലോകത്ത് ജീവിക്കുന്നു. അപ്പൊ ഇതിനിടയിൽ കുട്ടിയുണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് നടക്കുന്നത്. കുട്ടി തന്റെ ലോകം ഏതാണെന്ന് അറിയാതെ ഉഴലുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരു ഇരുണ്ട ലോകമായി പോയാൽ അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് കുട്ടിയല്ല, ഞാനും നിങ്ങളുമാണ് എന്നാണ്. ഇതാണ് നേരത്തെ
ഉദ്ഘാടന പ്രസംഗത്തിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്, പണ്ടൊക്കെ നമ്മളോട് രക്ഷിതാക്കൾ പറയാറുണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്നാണ്. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് നേരെ തിരിച്ചാണ്. നിങ്ങൾ 1-2 മണിക്കൂർ എടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും 2 ചോദ്യങ്ങൾ ചോദിച്ച് 2 കഥയൊക്കെ പറഞ്ഞിട്ട് വേണം. ആ സമയത്ത് ഈറ്റിങ്ങളെ കിട്ടുള്ളൂ. അന്നേരമെങ്കിൽ 2 വർത്താനം പറയണമെന്നാ. ഇനി ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നു വിചാരിച്ചിട്ട് 2 കഥയൊക്കെ അധികം പറഞ്ഞിട്ട് തൊണ്ടേ കെട്ടി ചാവരുത്, വെള്ളമൊക്കെ എടുത്ത് വെച്ചോളൂ, പിന്നെ എന്റെ നേരെ വരരുത് കേട്ടോ. ആ സമയത്തേ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഈ നമ്മള് ഏത് രാജ്യക്കാരാണ് നമ്മൾ പരമാവധി ചോദിക്കാറുണ്ട് അല്ലെ? നമ്മൾ അഭിമാനം കൊള്ളുന്നതാണ്, നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലെ? ഇന്ത്യ എന്ത് രാജ്യമാണെന്ന് വെച്ചാൽ നമുക്ക് അതിനേക്കാളും അഭിമാനമാണ്. ലോകത്തിലെ ഏറ്റവും വിശാലവും വികസിതവുമായ ഒരു ജനാധിപത്യ രാജ്യത്തിലെ പ്രജകളാണ് ഞാനും നിങ്ങളും അഭിമാനം കൊള്ളാറുണ്ട്. എന്താണ് ജനാധിപത്യം എന്ന് വെച്ചാലോ, അതിന് നമുക്ക് ഉത്തരവുണ്ട്. നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനായത്ത് ഭരണം നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട്, തർക്കമൊന്നുമില്ല അല്ലേ? പക്ഷേ ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ്, എന്നോട് മറ്റാരോ ചോദിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ആ മനുഷ്യന്റെ പേര്. അയാളോട് ചോദിക്കുന്നു എന്താണ് ജനാധിപത്യം എന്ന്. അതിന് ഗാന്ധി ഒരു ഉത്തരം നൽകുന്നുണ്ട്. മനോഹരമായ ഒരു ഉത്തരമാണ്. നമ്മുടെ പ്രസിഡന്റ് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു എന്ന് വിചാരിക്കുക. നമ്മുടെ പ്രസിഡന്റിന് മാത്രമായിട്ട് ഒരു ഓട്ട മത്സരം ഉണ്ടോ? ഇല്ല. കൂടങ്ങളും കൂടി ഓടിയാൽ മാത്രമേ ഓട്ട മത്സരമാവൂ അല്ലേ? ആ ഓട്ട മത്സരത്തിൽ പ്രസിഡന്റ് ജയിച്ചു എന്ന് കരുതുക. ജയിച്ച ശേഷം പ്രസിഡന്റ് തന്റെ ജയത്തെക്കുറിച്ച് മാത്രം ആലോചിക്കാതെ, തന്റെ ജയത്തിൽ മാത്രം അഭിരമിക്കാതെ, തന്റെ ജയത്തിൽ മാത്രം ഉന്മാദം കൊള്ളാതെ കൂടെ ഓടി തോറ്റുപോയ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് ആലോചിക്കുന്നുവെങ്കിൽ അതാണ് ജനാധിപത്യം എന്നാണ്. അതിന്റെ പച്ച മലയാളം എല്ലാവർക്കും ഇടമുള്ളതാണ് ജനാധിപത്യം എന്നാണ്. ഏറ്റവും വിശാലമായ ജനാധിപത്യം പൂക്കേണ്ട ഇടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണ്. അവിടെ എല്ലാവർക്കും ഇടമുണ്ടാവണം. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളീയ കുടുംബങ്ങളുടെ ജനാധിപത്യം മെല്ലെ മെല്ലെ പടിയിറങ്ങുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരും അവരവരുടെ തുരുത്തിൽ ജീവിക്കുന്നവരായി മാറുന്നു എന്നുള്ളതാണ്. ഇതാണ് പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകൾ, ഞാൻ ഇതുപോലെ ഒരു സംസാരം കഴിഞ്ഞിറങ്ങുമ്പോൾ ആ മകൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുമായി ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. അപ്പോ ഒരു പെൺകുട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു അപകടമുണ്ട്. പക്ഷെ കേൾക്കല്ലാതെ നിർവാഹമില്ല. ഞാൻ പ്രിൻസിപ്പലിന്റെ അനുമതി വാങ്ങി ആ കുട്ടിയെ കേട്ടപ്പോൾ അവളും ഇതേപോലെ ഒരു കഥ പറഞ്ഞു. എന്റെ അച്ഛനുമായി ബിസിനസ്സുകാരാണ്, ഞാൻ തനിച്ചായിരുന്നു വീട്ടിൽ. പിന്നെയോ അങ്ങനെ ഞാൻ കുട്ടിക്കാലം മുതൽ തനിച്ചിങ്ങനെ വീട്ടിൽ വളർന്നു വരുന്ന സമയത്ത് എന്റെ വീട്ടിൽ ഏത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, ഏത് മുറിയെന്നോ വ്യത്യാസമില്ലാതെ എന്റെ വീട്ടിൽ കടന്നു വരാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ എന്റെ അച്ഛന്റെ വകയിൽ ഒരു സഹോദരനായിരുന്നു. എന്നിട്ടോ ആ മനുഷ്യനാണ് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി ഒരു മൊബൈൽ ഫോണിലൂടെ എന്റെ മുമ്പിലേക്ക് ഒരു അശ്ലീല വീഡിയോ വെച്ച് തന്നത്. അന്ന് എനിക്കറിയുമായിരുന്നില്ല അതിന്റെ പ്രയാസങ്ങളെ കുറിച്ച്. പക്ഷേ ഞാനിപ്പോൾ കടുത്ത മാനസിക സംഘർഷത്തിലാണ്. 10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് 2 മാസമുള്ളപ്പ ഒരുപാട് ചോദ്യങ്ങൾ ആ മകളോട് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചു. 1 2 ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ പറഞ്ഞു, കാലം മുന്നോട്ട് പോകവേ 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ അതേ മനുഷ്യൻ എന്റെ ചുണ്ടുകളിലേക്ക് എരിയുന്ന സിഗരറ്റ് വെച്ച് തന്നു. അന്ന് എനിക്കറിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോ ഞാൻ കടുത്ത പ്രയാസത്തിലാണ്. പിന്നെയും കുറെ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ചോദ്യം കൂടി ഞാൻ ചോദിച്ച് അവസാനിപ്പിച്ചു. എന്തുകൊണ്ട് മകളെ നീ ഇതന്ന് നിന്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞില്ല? അതിനാ മകൾ പറഞ്ഞത്, അന്ന് മാത്രമല്ല സാർ, ഇന്നും എനിക്ക് എന്റെ അച്ഛനോടോ അമ്മയോടോ ഇത് പറയാൻ കഴിയില്ല. കാരണം അവർ എന്നെ വിശ്വാസത്തിൽ എടുക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ ഏറ്റവും കടുത്ത ഒരു ട്രോമയിലൂടെ കടന്നു പോകുമ്പം അവളുടെ ജീവിതത്തിൽ ആദ്യത്തെ തണലും തലോടലും സാന്ത്വനവുമായി മാറേണ്ട രക്ഷിതാക്കൾ അവിടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രശ്നം. അപ്പോ രക്ഷിതാക്കളുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിതാക്കളുടെ റോൾ എന്ന് പറയുന്നത് കുട്ടിക്ക് വസ്ത്രമായി കൊടുക്കലോ ഭക്ഷണമായി കൊടുക്കലോ അത് കഴിഞ്ഞ് നമ്മുടെ വഴിക്ക് പോകലോ അല്ല എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയ കാലത്ത് പുതിയ പാരന്റിംഗ് ടൂളുകൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടിയുടെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന പഴയ കാലം കഴിഞ്ഞു. ഞാൻ എന്റെ ജീവിതം എന്റെ മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു, അവരുടെ മുമ്പിലും പിമ്പിലും ഞാനുണ്ട് എന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് എന്റെ മകനോട് പറയാൻ കഴിയില്ല. കാരണം എന്താ? മുമ്പിലും പിമ്പിലും നടന്ന ഇപ്പോഴത്തെ ഭാഗം ന്യായമുണ്ട്. ആ അമ്മയുടെ ഭാഗത്ത് ന്യായം ഉണ്ടില്ല എന്ന് ഞാൻ പറയില്ല. എന്താ ന്യായം? ആ അമ്മ ചോദിച്ചത് രാത്രി 10:30 മണി വരെ എനിക്കൊപ്പം എന്റെ ഭർത്താവിനൊപ്പം ഞങ്ങൾക്കൊപ്പം ഈ വീട്ടിൽ ഒരുമിച്ചിരുന്ന് TV കണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് മുകളിൽ റൂമിലേക്ക് കിടന്നുറങ്ങാൻ പോയ മകളെ കുറിച്ചാണോ നിങ്ങൾ ഈ ചോദ്യമെന്നാണ്. ഭാഗം ന്യായമാണ്, തർക്കമില്ല അല്ലേ? പക്ഷെ SIക്ക് എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാല്ല. SIന്റെ മുമ്പ് കിടക്കല്ലേ കുട്ടി. അപ്പൊ SI പറഞ്ഞു, നിങ്ങൾ ഫോൺ കട്ട് ചെയ്യ പോലും വേണ്ട, നിങ്ങളുടെ മകൾ റൂമിലുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്നാ പറഞ്ഞത്. വലിയ ആത്മവിശ്വാസത്തോടുകൂടി അമ്മ മുകൾ പടിയിലേക്ക് പോയി കയറി വീട്ടിൽ റൂമിലെത്തി, വാതിൽ തുറന്നു. പിന്നെന്താ നെഞ്ഞത്തടി നിലവിടി. എന്താ കാര്യം? പഴയ ഒരു പരസ്യമുണ്ട്, റേഡിയോ പരസ്യം, നിങ്ങൾ കേട്ടില്ലേ? എന്താ? പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ ആനിക് സ്പ്രേ അല്ലേ? കേട്ടില്ലേ? പൊടിപോലുമില്ല, വാനിഷിംഗ് ഫ്രം ദ എയർ, പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെ കുട്ടി ജമ്പ് ചെയ്തിരിക്കുന്നു.
ജമ്പ് ചെയ്ത മകൾ ചിലപ്പോൾ ഒരു പോറലും ഏൽക്കാതെ 4 മണിയാകുമ്പോൾ തിരിച്ചു വരും, തർക്കമൊന്നുമില്ല. അങ്ങനെ വരാനുള്ള കഴിവും ശേഷിയും അവർക്കുണ്ട്, തർക്കമില്ല. പക്ഷേ ജമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്, ജമ്പ് ചെയ്യുന്ന ആ റിസ്ക് അവരെടുക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് എടുക്കുന്നു വെച്ചാൽ നമ്മുടെയൊക്കെ മക്കൾക്ക് ഒരു അസുഖമുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്താ അസുഖം? എന്റെയും നിങ്ങളുടെ ഇതിനകത്ത് മുതിർന്ന മക്കളുടെ രക്ഷപ്പെട്ട് ചെറിയ കുട്ടികളാണെങ്കിൽ പേടിക്കണം, അവർക്കൊരു അസുഖമുണ്ട്. എന്താ അസുഖം? ആ അസുഖത്തിന്റെ പേരാണ് നാഗവല്ലി സിൻഡ്രോം. ആരാ നാഗവല്ലി? നകുലന്റെ ഭാര്യയാണ്. നകുലന്റെ ഭാര്യ നാഗവല്ലി അല്ല. നകുലന്റെ ഭാര്യ ആരാ? ഗംഗയാണ്. ഗംഗയ്ക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോഴാണ് നാഗവല്ലി ആകുന്നത്. നാഗവല്ലി ആയി കഴിയുമ്പോൾ എന്തുണ്ടാവുന്നു? അസാമാന്യമായ കഴിവുകൾ വരുന്നു. നകുലന്റെ ഉറക്കത്തിന്റെ ആഴവും പരപ്പും അറിയാൻ പറ്റും, എപ്പോ ഉറങ്ങും എപ്പോ എണീക്കും എന്നൊക്കെ അറിയാൻ പറ്റുന്നു. അതുകൊണ്ടാണല്ലോ നകുലിന് ഉറങ്ങുമ്പോഴേക്കും ജമ്പ് ചെയ്ത് അപ്പുറം പോയിട്ട് ഹൈ വോൾട്ടേജ് പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ആർക്കും പറ്റുമോ? പറ്റുമോ? ഇല്ല, നിങ്ങൾക്ക് കഴിവില്ല അല്ലേ? പക്ഷെ നമ്മളെ കുട്ടികൾക്ക് ആ കഴിവുണ്ട്. കുട്ടികൾക്കറിയാം അച്ഛനും അമ്മയും എപ്പോ ഉറങ്ങും എപ്പോ എണീക്കും എപ്പോ അവർ വന്നു നോക്കുക എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അവര് ചാടും, ഉറപ്പാണ്. എത്ര അനുഭവം. കഴിഞ്ഞ ദിവസം 1 മണിക്ക് ഞങ്ങൾ മറ്റേ ബേസിൽ വെച്ച് പിടിച്ച 4 കുട്ടികളിൽ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി പറഞ്ഞത് 4 മണിക്ക് സുബഹി ബാങ്ക് കൊടുക്കും, അപ്പോഴേക്കും എനിക്ക് വീട്ടിൽ കയറണം, മുമ്മണിക്കുന്ന. ഇത്രേ ഉള്ളൂ. സോ ഈ കുട്ടികളെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കുട്ടികൾ അഡ്രസ് ചെയ്യണമെങ്കിൽ പഴയ വടിയും ടൂളും ഒന്നും പോരാ, കുട്ടികൾക്കൊപ്പം നടക്കാൻ നമ്മൾ പഠിക്കണം. പുതിയ കാലത്തെ ടൂളുകൾ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയാൽ ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് അങ്ങനെ വലിയ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ ചെറിയ ഈ പറയുന്ന എന്താ പറയാ, ഈ പറയുന്ന ആകാംക്ഷയും ചെറിയ ചെറിയ അറിയാനുള്ള ആഗ്രഹവും ഒക്കെ കൊണ്ട് അവരതിനകത്തേക്ക് കടന്നു പോകുന്നതാണ്. അവരെ ശരിയായ വിധത്തിൽ തിരിച്ചു വിളിച്ചാൽ അവർ തിരികെ വരും. അവർക്ക് പുതിയ സാധ്യതകൾ കാണിച്ചു കൊടുക്കുക, കളിയുടെ ലഹരിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, വായനയുടെ ലഹരിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, പറയുന്ന പിന്നെ നൃത്തത്തിന്റെ മറ്റു സാധ്യതകളുടെ അന്വേഷണത്തിന്റെ പിന്നെ സാമൂഹ്യമായ ചില ഇടപെടലുകളുടെ ഒക്കെ ലഹരികൾ അവർക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ അവർ നിങ്ങൾക്കൊപ്പം നടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ നടന്നു വരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിക്കെതിരായ വലിയ പോരാട്ടങ്ങൾ കേരള മാസകലം നടക്കുകയാണ്, ഇന്ത്യയിൽ ആസകലം നടക്കുകയാണ്, ലോകമാസകലം നടക്കുകയാണ്. കാരണം അത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, ലോകത്തിന്റെ ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് ആ പോരാട്ടത്തിൽ നിങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനുള്ള വലിയ ഒരു ഭൂമിശാസ്ത്രപരമായ സാധ്യതകൾ കൂടിയുള്ള ഒരു ഇടമാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ, കുട്ടിയെ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയെന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വിടുകയാണ്. കാരണം എനിക്ക് ഒരു സ്ഥലത്ത് കൂടി പോകാൻ, നിങ്ങൾ അത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ സംസാരിക്കാമെന്നാണ് കരുതുന്നത്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം, ഒറ്റ യാഥാർത്ഥ്യം കൂടി പറഞ്ഞുതരാം. ഒരു ചോദ്യം വെറുതെ. ഇത് ലഹരി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ? ഇറ്റ്സ് എ ഫാക്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടോ? എനി ഷോർട്ട് കട്ട്സ് വി ഹാവ് ഉണ്ടോ? എന്തെങ്കിലും ഒരു രക്ഷപ്പെടാൻ ഒരു ഷോർട്ട് കട്ട്? അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാതിരിച്ചിട്ട് ഉണ്ടോ? എന്റെ നാട്ടിലൊരു മൂരി ഉണ്ടായിരുന്നു. മൂരി എന്ന് പറഞ്ഞാൽ എവിടെയും മൂരി എന്നല്ലേ പറയാ? മൂരി എന്നല്ലേ ഇവിടെ? ഓക്കെ. ആ മൂരി കാരാട്ട് എന്ന് പറയുന്ന വീട്ടിലുള്ള മൂരി, അതുകൊണ്ട് കാരാട്ട മൂരി എന്നാണ് മൂരിന്റെ പേര്. ഇതൊരു പ്രത്യേകതയുള്ള മൂരി. എന്താ കാര്യം അറിയാം? ഇങ്ങനെ കെട്ടുന്ന ലേശം നീട്ടിക്കെട്ടിപ്പോയാൽ അതുവഴി പോകുന്ന സകല മനുഷ്യരെ അത് കുത്തുവോ ചവിട്ടോ ചെയ്യും. അപ്പൊ എല്ലാ ദിവസവും അങ്ങാടിയിൽ പീഡിയക്കൊലയിൽ ഇതിനെ കുറിച്ചുള്ള സംസാരം. കാരാട്ടമൂരി ജാനുവിച്ചിനെ കുത്തി, കാരാട്ടമൂരി നാരായണനെ കുത്തി, പ്രഭാരം മാഷ കുത്തി എന്നുള്ള കഥയാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നാരായണൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, തെങ്ങുമ്പക്കാറിലെ പണി 6 lakh ബോഡിയാണ്. മൂപ്പര് ചാടി വീഴും. എന്നിട്ട് മൂപ്പര് ഡയലോഗ് ഉണ്ട്, കാരാട്ടമൂരി ആരെ കുത്തിയാലും എന്നെ കുത്തൂല എന്ന് പറയും. എല്ലാ ദിവസവും മൂപ്പര് ഇത് പറയും. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം അതിലെ പോയ ജമീൽ താത്താനെ കാരാട്ടമൂരി കുത്തി. വൈകുന്നേരം പീഡിയക്കൊലയിൽ ഇതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. നാരായണൻ ചാടി വീഴുന്നു. ആരാണ്ട് പറയും, ആ ജമീലേനെയും മൂരി കുത്തിയോ? എന്നാലും നാരായണനെ കുത്തൂലട്ടോ പറയും. അതുവരെ ചോദിക്കാതിരുന്ന ചോദ്യം അന്ന് നാരായണൻ ഒരു കുട്ടി ചോദിച്ചു. എന്താ ചോദിച്ചത്? അല്ല നാരായണൻ, നിങ്ങൾ കുറെ കാലം ഇത് പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ കുത്താത്ത ചോദിച്ചു. അപ്പൊ നാരായണൻ പറഞ്ഞു, ഇതാരെങ്കിലും നിങ്ങൾ ചോദിച്ചാലല്ലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. നിങ്ങൾ ചോദിച്ചില്ലല്ലോ, നിങ്ങൾ ഇപ്പല്ലേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, കാരാട്ടമൂരിനെ കിട്ടുന്ന പറമ്പിൽ നിന്ന് മാത്രമല്ല, അതുള്ള പഞ്ചായത്ത് പോലും ഞാൻ പോകില്ല, പിന്നെ കുത്തുമെന്ന് വെച്ചു. അപ്പൊ ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം അതിന്റെ വഴിക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വേണ്ടാന്ന് വിചാരിക്കാൻ ഒരു പ്രയാസമില്ല, നമ്മളങ്ങ് വിചാരിച്ചാൽ മതി. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് വേണ്ടാന്ന് വെക്കണമെങ്കിൽ നമ്മൾ കൂട്ടമായി ശ്രമിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സഹായം വേണ്ടി വരും. അതിന് 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം അത് പോലീസാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം അല്ലേ? ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം. ജനമൈത്രി ബീറ്റ് ഓഫീസേഴ്സ്, ഞങ്ങളെ പോലുള്ള ആളുകൾ ഒക്കെ അതിനു വേണ്ടി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് സഹായം തേടാം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ചുറ്റുവട്ടത്തു നിന്ന് ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ അത്തരത്തിലുള്ള സാധ്യതകൾക്ക് വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒഴിവാക്കാനുള്ള മാർഗം എന്താണ്? നിങ്ങൾ ഒറ്റയ്ക്ക് പ്രതികരിക്കരുത്, കൂട്ടമായി പ്രതികരിക്കണം. കാരണം എന്താ? പണ്ടത്തെ പോലെ കള്ളുടിയല്ല, ഇന്നത്തെ കാലത്ത് സിന്തറ്റിക് ലഹരിയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ സിന്തറ്റിക് ലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? എന്താ? സ്വന്തം അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും തന്റെ നേരെ വരുന്നതെല്ലാം തന്നെ ഉപദ്രവിക്കാൻ വരുന്നവരാണ് എന്ന തോന്നലുണ്ടാവുകയും കയ്യിൽ കിട്ടുന്നത് എന്താണോ അത് വെച്ച് ആക്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യമായ കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം നമ്മൾ കേരളത്തിന് അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. കേരളത്തിൽ വലിയ രാഷ്ട്രീയമായിട്ടുള്ള യുദ്ധങ്ങളും വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും പ്രതിസന്ധി വരുമ്പം ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റ മനസ്സുള്ള മനുഷ്യരായി തീരാൻ പ്രത്യേകമായ കഴിവുള്ള ഒരു ജനതയാണ് നമ്മൾ. അത് നമ്മൾ പ്രളയത്തിൽ കാണിച്ചതാണ്, കൊറോണ കാലത്ത് കാണിച്ചതാണ്, അല്ലേ? അതുപോലെ ലഹരിക്കെതിരായ പോരാട്ടത്തിലും നമുക്കങ്ങനെ ഒന്നിക്കാൻ കഴിയും. സകലമാന രാഷ്ട്രീയ ഭേദഗതികളും അങ്ങനെയുള്ള വർണ്ണ വ്യത്യാസങ്ങളും സാമ്പത്തിക ഉച്ചനീചത്വങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ലഹരി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിനെതിരെ പോരാടാൻ നമുക്ക് എല്ലാവർക്കും കഴിയും എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തന്നിട്ടുള്ള ആ പുസ്തകം മനോഹരമായ പുസ്തകമാണ്. അതിൽ മലാല ഞാൻ വായിച്ച എന്റെ വീട്ടിലുള്ള പുസ്തകമാണ്. ഗ്രറ്റ, ആമസോൺ മഴക്കാടുകൾക്ക് തീപിടിക്കുമ്പം സ്വന്തം മനസ്സിൽ ഉത്കണ്ഠ പേറിയ ഒരു കുട്ടിയെ കുറിച്ചുള്ള പുസ്തകമാണ്. അത് തന്നതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മലാലയും എന്റെ അടുത്തുണ്ടെങ്കിലും പുസ്തകം എന്നുള്ള നിലയ്ക്ക് പുസ്തകം എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുണ്ട്. വായനയുടെ ലഹരിയെ കുറിച്ച് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, അല്ലേ? അപ്പം അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ കഴിയട്ടെ. ഇതിന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ നമുക്കിടയിൽ ഒരു ചിരി ബാക്കിയായി നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുഷ്പേച്ചിയോട് പറയാം. പുഷ്പേച്ചി എനിക്ക് അത് വാട്സപ്പ് ചെയ്യാം. ഞാൻ ആ വാട്സപ്പിലൂടെ മറുപടി പറയാൻ ശ്രമിക്കാം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഇത്രയും മനോഹര